ജിം റാഡ്ക്ലിഫിൻ്റെ അല്ലെങ്കിൽ ഇനിയോസിൻ്റെ ആ ഒരു 25% യുണൈറ്റഡിലെ ഷെയർ. അപ്പോൾ അതിൻ്റെ അപ്രൂവൽ ഓൾമോസ്റ്റ് പ്രീമിയർ ലീഗ് സൈഡിൽ നിന്നുള്ള അപ്രൂവൽ അടുത്ത ആഴ്ച ആദ്യത്തോടെ അതിൻ്റെ അപ്രൂവൽ കിട്ടും എന്നൊക്കെയാണ് ഇപ്പം കേൾക്കുന്നത്. അത് മാത്രമല്ല, ജിം റാഡ്ക്ലിഫിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ, യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് എത്രയും വേഗം ഒരു സ്റ്റേഡിയം, പുതിയ സ്റ്റേഡിയം, അതായത് ഏകദേശം 90,000 സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ ഉള്ള ഒരു പുതിയ സ്റ്റേഡിയം ഓൾഡ് ട്രാഫോർഡിനടുത്ത് തന്നെ പണിയണം എന്നുള്ളതാണ് ഈ ഒരു ജിം റാഡ്ക്ലിഫിൻ്റെ അല്ലെങ്കിൽ ഇനിയോസിൻ്റെ ഐഡിയ. അങ്ങനെ ആ ഒരു പുതിയ സ്റ്റേഡിയം അവർ ത്രൂ അല്ലെങ്കിൽ ജിം റാഡ്ക്ലിഫിൻ്റെ ഇനീഷ്യേറ്റീവിൽ അങ്ങനെ പണിത് അവിടെ ആ ഒരു ലെഗസി അല്ലെങ്കിൽ പുള്ളിയുടെ സ്റ്റാമ്പ്, ആ ഒരു പുതിയ സ്റ്റേഡിയം ക്രിയേറ്റ് ചെയ്തത് പുള്ളിയാണെന്നുള്ള ആ ഒരു ലെഗസി പുള്ളിക്ക് ഓൾഡ് ട്രാഫോർഡിൽ അല്ലെങ്കിൽ യുണൈറ്റഡിൽ വേണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പുള്ളി തുടങ്ങി. അതിനുള്ള ഒരു പ്രപ്പോസലൊക്കെ മുന്നോട്ട് പുള്ളി വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ പ്രപ്പോസൽ അനുസരിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേഡിയം, ആ ഒരു സ്റ്റേഡിയം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു പുതിയ സ്റ്റേഡിയം പണിയുക, 90,000 സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ ഉള്ള ഒരു പുതിയ സ്റ്റേഡിയം പണിയുക. ഇതാണ് പുള്ളിയുടെ ഒരു പ്രപ്പോസൽ. അപ്പോൾ ആ ഒരു പ്രപ്പോസലിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും നമ്മുടെ അവിടുത്തെ ആ ഒരു ലോക്കലായിട്ടുള്ള ഫാൻസിൻ്റെ കാര്യം, ലോക്കലായിട്ടുള്ള ഫാൻസ് അല്ലെങ്കിൽ അവിടുത്തെ ഫാൻ ചാനൽസ്, ഈ UK യിലുള്ള ഫാൻ ചാനൽസിനെയൊക്കെ ശ്രദ്ധിച്ചു. അവരൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം അവരൊക്കെ ആ ഒരു പഴയ സ്റ്റേഡിയം അല്ലെങ്കിൽ ആ ഓൾഡ് ട്രാഫോർഡുമായിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അപ്പം 1910 മുതൽ ഏകദേശം 114 വർഷത്തോളം യുണൈറ്റഡ് കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഓൾഡ് ട്രാഫോർഡ്. അതുമാത്രമല്ല, യുണൈറ്റഡിൻ്റെ എല്ലാ ലെജൻഡറി പ്ലെയേഴ്സും കളിച്ചിട്ടുള്ള സ്ഥലമാണത്. അപ്പോൾ അവിടം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് തൊട്ടടുത്താണേലും അത് അവർക്ക് അംഗീകരിക്കാൻ ഇമോഷണലി അവർക്കത് പറ്റുന്നില്ല. ഇങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ ഒരിക്കലും ചിലപ്പം ആൾക്കാർ ബുദ്ധിപരമായിട്ടായിരിക്കത്തില്ല ചിന്തിക്കുന്നത്, കൂടുതലും ഇമോഷണലി ആയിരിക്കും ഇതിനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇമോഷണലി ചിന്തിക്കുമ്പോൾ അവർക്കൊരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ എന്ന് വെച്ചാൽ നമുക്കിപ്പം പുതിയ സ്റ്റേഡിയം അപ്പുറത്ത് പണിയുക, ഇപ്പം പഴയ സ്റ്റേഡിയത്തിനെ ഒരു മ്യൂസിയം ആക്കുക എന്നൊക്കെ നമ്മൾ പറയാം, ശരി അണ്ണാച്ചി ചെയ്തേക്കാൻ പറയും. പക്ഷേ മാച്ച് ഗോയിങ് ഫാൻസിന് അവരെ സംബന്ധിച്ച് ഭയങ്കര അവർക്ക് പറ്റത്തില്ല, അവർക്കത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെതിരെ പോയിട്ട് ജിം റാഡ്ക്ലിഫ് പുതിയൊരു സ്റ്റേഡിയം പണിയും എന്ന്, അല്ലെങ്കിൽ ഫാൻസിൻ്റെ അല്ലെങ്കിൽ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ ഒരിക്കലും യുണൈറ്റഡ് അല്ലെങ്കിൽ ജിം റാഡ്ക്ലിഫൊക്കെ എടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റേഡിയം, പുതിയൊരു സ്റ്റേഡിയം അത് പണിയണമെങ്കിൽ നല്ല രീതിയിൽ ഫണ്ട് വേണം. ഇപ്പം പഴയ സ്റ്റേഡിയം റിനോവേറ്റ് ചെയ്യാൻ തന്നെ 800 to 900 ഓൾമോസ്റ്റ് 1 ബില്യൺ അടുത്ത് വേണം എന്നാണ് പറയുന്നത്. പുതിയ സ്റ്റേഡിയം പണിയണമെങ്കിലും ഓൾമോസ്റ്റ് 1.2 1.4 ബില്യൺ ഒക്കെ എടുക്കും, അത്രയും ആകും എന്നാണ് പറയുന്നത്. പക്ഷേ അതിനുള്ള ഫണ്ട് എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. ജിം റാഡ്ക്ലിഫ് ഈ ഒരു 25% ഷെയർ മേടിക്കുന്ന സമയത്ത് പുള്ളി പ്ലഡ്ജ് ചെയ്തൊരു സംഭവമുണ്ട്. 240 മില്യൺ പൗണ്ട്സോളം പുള്ളി ക്ലബിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ പുള്ളി പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ 240 മില്യൺ പൗണ്ട്സ് കൊണ്ട് ഒന്നും ആകത്തില്ല. പുതിയ സ്റ്റേഡിയം അല്ലെങ്കിൽ റിനോവേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒന്നും ആകത്തില്ല. അപ്പം ചിലപ്പം ഈ ഗ്യാരി നെവിലൊക്കെ നേരത്തെ പറഞ്ഞേക്കുന്ന പോലെ 1-2 സ്റ്റാൻസ് പയ്യെ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ പയ്യെ 1-2 സ്റ്റാൻസൊക്കെ പയ്യെ റെനോവേറ്റ് ചെയ്ത് വേൾഡ് ക്ലാസ്സിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ആയിരിക്കും ചിലപ്പം ഈ ഒരു ഇനിയോസ്. പഴയ സ്റ്റേഡിയത്തിൽ തന്നെയാണ് പണികൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ രീതിയിൽ പയ്യെ ഓരോ സെക്ഷൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അല്ല പിന്നെ പഴയ ആ ഒരു സ്റ്റേഡിയം അത് ഫുള്ളായിട്ടങ്ങ് ഡെമോളിഷ് ചെയ്തിട്ട് പുതിയ സ്റ്റേഡിയം ഒന്നേന്ന് തുടങ്ങണം. എനിക്കുമുള്ളൊരു കൺസേൺ അതാണ്. നമ്മളൊരു ഏച്ച് വെച്ചാൽ മുഴച്ചിരിക്കും എന്നുള്ളൊരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു സ്റ്റേഡിയം ഇത് ഫുള്ളായിട്ട് ഡെമോളിഷ് ചെയ്തിട്ട് പുതിയൊരു സ്റ്റേഡിയം അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. ഇച്ചിരി ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഇപ്പം 90,000 ഒന്നും എത്തിക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിലും ഇപ്പം തന്നെ നമ്മൾ നോക്കിയാൽ 74,000 ഉണ്ട്. 74,000 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഓൾഡ് ട്രാഫോർഡിന്. ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയമാണ് ഓൾഡ് ട്രാഫോർഡ്. അപ്പം ഈ ഒരു സ്റ്റേഡിയം, ഇപ്പോൾ ഈ ഒരു പഴയ സ്റ്റേഡിയത്തിൻ്റെ കാര്യം നമ്മൾ നോക്കണം, ഒരു സൈഡിൽ കനാല്, ഒരു സൈഡിൽ റെയിൽവേ ലൈൻ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവർ പുതിയ സ്റ്റേഡിയം അല്ലെങ്കിൽ ഈ ഒരു 90,000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയം തൊട്ടപ്പുറത്ത് തന്നെ പണിയാൻ വേണ്ടി ഇവർ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റേഡിയം ഒന്നേന്ന് പണിയാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന് നല്ല രീതിയിൽ ഫണ്ട് വേണം. ഓൾമോസ്റ്റ് ഇപ്പം എക്സിസ്റ്റിംഗ് ഓൾഡ് ട്രാഫോർഡിന് അവിടെ തന്നെ പണിയണമെങ്കിൽ തന്നെ 1 ബില്യൺ വേണം. അപ്പോൾ അത്രയും ആ ഒരു എമൗണ്ട് നമ്മൾ എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യും? ഈ ഒരു ക്ലബിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും കടം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് ക്ലബിൻ്റെ അന്ത്യം കുറിക്കും. കാര്യം ഓൾറെഡി നമുക്ക് 1 ബില്യൺ അടുത്ത് കടം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ 1 ബില്യനും കൂടെ അതിൻ്റെ മണ്ടയിലോട്ട് വെക്കുക എന്ന് പറയാൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തുക എന്നുള്ളത് വേറൊരു സംഭവമാണ്. ഇനിയോസ് അല്ലെങ്കിൽ ഇനിയോസിൻ്റെ മണ്ടയ്ക്ക് കടം ഇട്ടുകൊണ്ട് അവിടുന്ന് ഫണ്ട് ജനറേറ്റ് ചെയ്യണം.
അപ്പോൾ എന്താണെങ്കിലും ജിം റാറ്റ്ക്ലിഫിന് അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ പുള്ളി അതിനുള്ള വഴി കണ്ടെത്തും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിലും ഇപ്പം നമ്മളൊരു ഒരു ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഫാൻ ബേസിൻ്റെ ലോക്കൽ ഫാൻ ബേസിൻ്റെ ഒരു ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പോകും എന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു സ്റ്റേഡിയം, പുതിയ സ്റ്റേഡിയം വരുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടണം. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിൻ്റെ റീസെൻറ്റ് പെർഫോമൻസിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആസ് എ ടീം നമ്മുടെ GD ഒക്കെ മൈനസിലോട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞൊരു 3-4 മത്സരത്തിനൊക്കെ മുന്നേ വരെ. പക്ഷേ അത് കഴിഞ്ഞ് ഒരു ലാസ്റ്റ് 4-5 മത്സരം നോക്കി നമ്മൾ ഓൾമോസ്റ്റ് 15 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതിൽ 15 ഗോളിൽ 11 നമ്മുടെ ഫ്രണ്ട് 3 ആണ് സ്കോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് നമ്മളെ സംബന്ധിച്ച്. നമ്മൾ ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടി നിന്ന ആ ഒരു ടീം പെട്ടെന്ന് നമ്മൾ ഫോം കണ്ടെത്തുന്നു. അതിനുള്ള മെയിൻ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഗർണാച്ചോയും കൂടെ ഈ റൈറ്റ് വിങ്ങിലോട്ടും കൂടെ കളിപ്പിച്ചപ്പോൾ രണ്ട് വിങ്ങും ഇപ്പോൾ എൻഗേജ്ഡ് ആണ്. ഓപ്പോസിഷനെ സംബന്ധിച്ച് നേരത്തെ ഈ റൈറ്റ് വിങ്, യുണൈറ്റഡിൻ്റെ റൈറ്റ് വിങ് എന്ന് പറയുന്നത് അത്ര ഒരു പ്രശ്നമുള്ള സ്ഥലമല്ല. അവിടെ ആൻ്റണിയെ ടാക്കിൾ ചെയ്യുക അല്ലെങ്കിൽ ആൻ്റണിയെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലായിരുന്നു. പക്ഷേ ഈ രണ്ട് വിങ്ങും ഇപ്പം എൻഗേജ്ഡ് ആണ്. അതുപോലെ തന്നെ റാസ്മസ് ഹോയ്ലൻഡ് കോൺഫിഡൻ്റ് ആണ്. പുള്ളി ഗെയിം ആഫ്റ്റർ ഗെയിം ഈ ഒരു ഗോളുകൾ സ്കോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ പുള്ളിയും കോൺഫിഡൻ്റ് ആണ്. പുള്ളിയുടെ പ്രഷർ ഒരു സൈഡിൽ, രണ്ട് വിങ്ങിൽ നിന്നുള്ള പ്രഷർ. അപ്പോൾ അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് കൺസിസ്റ്റൻ്റായിട്ട് ഗോളുകൾ സ്കോർ ചെയ്യുന്നു. ഗർണാച്ചോ ആണെങ്കിൽ റൈറ്റ് വിങ്ങിൽ വന്നു കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 7 മത്സരത്തിൽ 4 ഗോൾ എന്തോ സ്കോർ ചെയ്തിട്ടുണ്ട്. അതും അസിസ്റ്റ് വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളിയും കോൺഫിഡൻ്റായിട്ട് കളിക്കുന്നത് നമ്മുടെ ഈ ഒരു ഗോൾ സ്കോറിങ്ങിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡിഫൻസിൽ നമ്മുടെ ലിസാൻഡ്രോ മാർട്ടിനസ് പോയി. അതുപോലെ തന്നെ ലിസാൻഡ്രോ മാർട്ടിനസിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചുറി വരുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. നമുക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്ക് എന്ന് പറയാൻ വേണ്ടി ആരുമില്ല. ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ടുള്ള മനുഷ്യൻ ആരുമില്ല നമ്മുടെ ടീമിൽ. ഇപ്പോൾ വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു എവർട്ടൻ്റെ ബ്രാന്ത്വൈറ്റിൻ്റെ പേര് പറയുന്നുണ്ട്. പുള്ളി ഡബിൾ ഫുട്ടഡ് ആണ്, 2 ഫുട്ടും യൂസ് ചെയ്യാൻ കഴിയുന്ന പ്ലെയറാണ്. അപ്പം ഈ ഒരു ലിസാൻഡ്രോ മാർട്ടിനസ് ഇല്ലാത്ത സമയത്ത് പുള്ളിക്ക് ലെഫ്റ്റ് സൈഡായിട്ട് സെൻറ്റർ ബാക്കായിട്ട് കളിക്കാം. അതുപോലെ തന്നെ പുള്ളി ഉള്ള സമയത്ത് പുള്ളിയുടെ കൂട്ടത്തിൽ റൈറ്റ് സൈഡായിട്ട് കളിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിനെയൊക്കെ ആണ് യുണൈറ്റഡുമായിട്ട് ഒത്തിരി ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ വരണമെങ്കിൽ നല്ല രീതിയിൽ കാശ് സ്പെൻഡ് ചെയ്യണം. അത് നമ്മൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നമുക്ക് നോക്കാം അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ടൊഡിബോയുടെ പേര് കേൾക്കുന്നുണ്ട്, മഗ്വയർ, അതുപോലെ തന്നെ വെറാൻ, ഇവരൊക്കെ പോകും, പകരം ടൊഡിബോ വരും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വൻ അഴിച്ചുപണി നമ്മുടെ ഡിഫൻസിൽ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസിന് വേണ്ടി അൽ ഹിലാൽ ഓഫർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ വലിയൊരു ഓഫർ, ഭയങ്കര ഒരു ഓഫർ എന്നാണ് പറയുന്നത്. എത്ര ആണെന്നുള്ള എക്സാക്റ്റ് ഫിഗർ ഒന്നും നമ്മുടെ മുന്നിൽ വെച്ചിട്ടില്ല. ഭയങ്കര ഒരു ഓഫർ യുണൈറ്റഡിൻ്റെ മുന്നിൽ വെച്ച്, പക്ഷേ യുണൈറ്റഡ് അത് റിജക്റ്റ് ചെയ്തു. അപ്പോൾ 29 വയസ്സ് കഴിഞ്ഞ് 30ാമത്തെ വയസ്സിലേക്ക് പുള്ളി കടക്കുന്നു. അപ്പം യുണൈറ്റഡിനെ സംബന്ധിച്ച് യുണൈറ്റഡ് പുള്ളിയുമായിട്ട് പുതിയ കോൺട്രാക്റ്റിന് വേണ്ടി നെഗോസിയേഷൻസ് നടത്തുന്നുണ്ട്. പക്ഷേ വലിയ സാലറി ഹൈക്കിലൊന്നും ഒരിക്കലും കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇപ്പോൾ റയൽ മാഡ്രിഡ് പോണത്തെ ടീമൊക്കെ ആണെങ്കിലല്ലോ ബ്രൂണോ ഫെർണാണ്ടസിന് ഈ ഒരു സമയത്ത് ഈ ഒരു ഭയങ്കര ഫീക്ക് വിറ്റ് ഒഴിവാക്കിയാണ്. പക്ഷേ അവർക്ക് ആ ഒരു സമയത്ത് ബാക്കിൽ ആ ഒരു പ്ലാനിങ് കാണുന്നു. പക്ഷേ നമുക്ക് യാതൊരു പ്ലാനിങ്ങും ഇല്ല. ബ്രൂണോ ഫെർണാണ്ടസിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു പ്ലാനിങ് നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് പെട്ടെന്ന് ബ്രൂണോയെ വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. പിന്നെ പുള്ളിയുടെ കോമ്പറ്റീഷനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മേസൺ മൗണ്ട് ആണെങ്കിൽ പകുതി മാച്ചസ് കളിക്കത്തില്ല, ഇഞ്ചുറി പ്രോൺ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ബ്രൂണോയെ ഒരിക്കലും വിറ്റ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പുള്ളിയെ മിക്കവാറും പുള്ളിയുടെ കോൺട്രാക്റ്റൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് യുണൈറ്റഡിൽ തന്നെ പിടിച്ച് ഇരുത്താനാണ് സാധ്യത. പിന്നെ നമ്മുടെ ഒരു പ്ലെയർ ഹെത്താഫയിൽ കളിക്കുന്നതുകൊണ്ട് ആരും മറന്നു പോകരുത്, മേസൺ ഗ്രീൻവുഡിന് വേണ്ടി പല ലാലിഗ ക്ലബ്സും ഓഫറുമായിട്ട് മുന്നോട്ട് വരും എന്നാണ് പറയുന്നത് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം മേസൺ ഗ്രീൻവുഡ് ഇവിടെ തിരിച്ചു വരും എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. കാരണം ആരാധകരൊന്നും സ്റ്റിൽ പുള്ളി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ആൾക്കാർ, നമ്മളെപ്പോലെ ഇൻ്റർനാഷണൽ ഫാൻസിൻ്റെ കാര്യമല്ല പറയുന്നത്, ലോക്കലായിട്ടുള്ള ആൾക്കാർ സ്റ്റിൽ പുള്ളി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ആരാധകർക്കെതിരെ പോയിട്ട് പുള്ളിയെ തിരിച്ച് കൊണ്ടുവരത്തില്ല പലമായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുള്ളിയെ വിറ്റ് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ മേസൺ ഗ്രീൻവുഡിനെപ്പോഴൊക്കെ ഒരു പ്ലെയർ ഉണ്ടല്ലോ നമ്മുടെ ടീമിലേക്ക് വന്നിരുന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലെഫ്റ്റ് വിങ്ങിലാണെങ്കിലും റൈറ്റ് വിങ്ങിലാണെങ്കിലും ആസ് എ സ്ട്രൈക്കർ എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിലും പല പൊസിഷനിലും പുള്ളി കളിക്കാൻ ഏബിളാണ്. നമുക്ക് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒത്തിരി ആ ഒരു ക്യാഷ് ഉണ്ടല്ലോ, ഈ പ്ലെയറിനെ വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പം കൂടി വന്നാൽ 30-40 മില്യൺ വല്ലതും കിട്ടത്തുള്ളൂ.
പക്ഷേ നമുക്ക് 30-40 മില്യൺ വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഒരു സ്ട്രൈക്കറിന് ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ റൈറ്റ് വിങ്ങർ ഇതിനെ ഒന്നും മേടിക്കാൻ വേണ്ടി പറ്റത്തില്ല, ഇത്രയൊരു ഫണ്ട് കൊണ്ട് പറ്റത്തില്ല. അപ്പം മേസൺ ഗ്രീൻവുഡ് എന്ന് പറയുന്ന പ്ലെയർ നമ്മളിവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും ഇപ്പം റൈറ്റ് വിങ്ങിൽ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗർണാച്ചോയെ എക്സ്ട്രാ ഇപ്പോൾ ഇടയ്ക്ക് സബ്ബായിട്ട് ഗർണാച്ചോയെ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ വേക്കൻ്റ് ആണെങ്കിൽ സ്പേസ് അവിടെ കളിപ്പിക്കാം. സ്ട്രൈക്കറായിട്ട് ഇപ്പം റാസ്മസ് ഹോയിലൻഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, നിഗിൾസോ എന്തെങ്കിലും ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ സ്ട്രൈക്കറായിട്ട് പുള്ളിയെ കളിപ്പിക്കുക. അങ്ങനെ ഫ്രണ്ട് ത്രീയിൽ ഏത് പൊസിഷനിലും കളിക്കാൻ ഏബിളായിട്ടുള്ള പ്ലെയറാണ് മേസൺ ഗ്രീൻവുഡ്. അങ്ങനത്തെ ഒരു പ്ലെയർ തിരിച്ച് വരുന്നതിനോടാണ് എനിക്ക് താല്പര്യം. പക്ഷേ ഫാൻസിൻ്റെ ഇമോഷൻസിനെതിരെ ഒരിക്കലും ക്ലബ്ബ് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല മേസൺ ഗ്രീൻവുഡ് ഇവിടെ തിരിച്ച് വരും എന്നുള്ള വലിയ പ്രതീക്ഷയൊക്കെ എനിക്ക് പയ്യെ നഷ്ടപ്പെട്ടു തുടങ്ങി. വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മുടെ റീസെൻറ്റ് പെർഫോമൻസ് ഒക്കെ നല്ലതായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ടെൻ ഹാഗിനെ സംബന്ധിച്ച് പുള്ളിയുടെ ഒരു മേളിലുണ്ടായിരുന്ന ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ചെറിയൊരു റിലീഫ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അത് മച്ച് നീഡഡ് റിലീഫായിരുന്നു, അത് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റിൽ നമ്മുടെ യുണൈറ്റഡ് ടീമിനെ നോക്കിയാൽ അറ്റാക്കിംഗ് വൈസ് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അതിനുള്ള കാരണം ബാക്കിൽ നിന്നുള്ള ബെറ്റർ ബിൽഡപ്പ്, ലൂക്ക് ഷോയുടെയും ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെയും കോബി മേനുവിൻ്റെ മിഡ്ഫീൽഡിലെ പ്രസൻസ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ വന്നതോടെയാണ് നമ്മുടെ ടീം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ബെറ്റർ ബോൾ പ്ലേയിങ് ടീമായിട്ട് നമ്മൾ മാറിയത്. വരുന്ന മാച്ചസിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായ ഒരു ടെൻഷൻ ഉണ്ട്. ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു ബോൾ റിട്ടൻഷൻ്റെ കാര്യത്തിലും ഡിഫെൻസീവ്ലി ആണെങ്കിലും ആസ് എ ലീഡർ എന്നുള്ള ആ ഒരു പ്രസൻസ് ഇതെല്ലാം നമ്മൾ വരുന്ന മാച്ചസിൽ ഈ പുള്ളിയുടെ കയ്യിൽ നിന്ന് മിസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ടാക്റ്റിക്കലി നമ്മൾ നോക്കിയാൽ നമ്മുടെ സ്റ്റിൽ ടെൻ ഹാഗ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം. എസ്പെഷ്യലി ഓപ്പോസിഷൻ ടീമുകൾ ട്രാൻസിഷൻസിൽ അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിലൊക്കെ അവർ നമ്മുടെ മിഡ്ഫീൽഡ് എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ട്. മിഡ്ഫീൽഡിൽ ആ ഒരു സ്പേസ് സ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ടാക്റ്റിക്കലി ഉള്ള ആ ഒരു സാധനം ടെൻ ഹാഗ് പരിഹരിച്ചേ പറ്റത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ മിഡ്ഫീൽഡ് എക്സ്പോസ് ആകുന്നുണ്ട്, അവിടെ സ്പേസസ് അവൈലബിൾ ആണ്. ബാക്കിയുള്ള ഓപ്പോസിഷൻ്റെ പ്ലെയേഴ്സിന് അത് യൂട്ടിലൈസ് ചെയ്ത് റൺസ് മേക്ക് ചെയ്ത് ഈസിലി നമ്മുടെ ഡിഫൻസിനെ പെട്ടെന്ന് പ്രഷറൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫൻസിലേക്ക് പെട്ടെന്ന് ലാസ്റ്റ് മാൻ ഡിഫൻസിലേക്ക് നമ്മൾ പെട്ടെന്ന് അവരെ പ്രഷറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അപ്പോൾ അത് ടാക്റ്റിക്കലി അത് പരിഹരിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ മിഡ്ഫീൽഡ് ഇങ്ങനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കരുത്. എസ്പെഷ്യലി നമ്മൾ ഇനിയിപ്പം പുതിയ നല്ല ടീമുകൾ കുറച്ചുകൂടെ ക്വാളിറ്റി ഓപ്പോസിഷനെതിരെയൊക്കെ നമ്മൾ കളിക്കുമ്പോഴത്തേനും അവർക്ക് ചെറിയൊരു ചാൻസ് മതി, അവർ ഗെയിം കില്ല് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കാര്യം കൂടെ കുറച്ചുകൂടെ ടെൻ ഹാഗ് ശ്രദ്ധിക്കണം എന്നൊക്കെ എനിക്ക് കഴിഞ്ഞ മാച്ചസൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അറ്റാക്കിംഗ് വൈസ് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്, പക്ഷേ ഡിഫെൻസീവ്ലി ഈ ഒരു മിഡ്ഫീൽഡ് എക്സ്പോസ് ആകുന്നത് കുറച്ചുകൂടെ പരിഹരിക്കാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ വീഡിയോയെ പറ്റി ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടാൻ. മറ്റൊരു നല്ല വീഡിയോ കാണാം. ഗ്ലോറി മാൻ യുണൈറ്റഡ്.